കൂട്ടുകാരെ, എല്ലാവർക്കും മൃദൂസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളൊരു മുളക് ചെടിയാണ് ഇത് വെള്ളക്കാന്താരിയാണ്. പക്ഷേ നിങ്ങളിത് നോക്കിക്കേ, ഇത് നിറച്ച് പോയിട്ട് നിൽക്കുന്നതും പിടിച്ച് നിൽക്കുന്നതും കണ്ടോ. ഇതിൽ ഞാനുണ്ടല്ലോ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു വളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ മുളകിൻ്റെ ഒരു വലിപ്പം നിങ്ങളെ കാണിച്ചു തരാവേ. ഇതേ നോക്കിക്കേ, കണ്ടോ, മുളകിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ. നല്ല വലിപ്പമാണ് ഈ മുളകിന്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വലിപ്പമുള്ള മുളകുകൾ ഉണ്ടാകാനായിട്ട് ഒരു സൂപ്പർ വളം ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പോവാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ഒരു വളമാണ്. ഇതിനാദ്യമായിട്ട് നമ്മൾ ഇവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ബക്കറ്റിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇടാൻ പോകുന്നത് നല്ല പച്ച ചാണകമാണ്, നാടൻ പശുവിൻ്റെ ചാണകമാണ്. അപ്പോൾ അതേ നമുക്ക് ചാണകം ഇതിൻ്റെ അകത്തോട്ട് ഇടാവേ. കുറച്ച് ഇടാം. ചാണകം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മുളകിനും തക്കാളിക്കും എല്ലാം വളരെ നല്ലതാണ്. അപ്പം ഈ വളം ഉണ്ടല്ലോ, നിങ്ങളുടെ പൂക്കാതെ നിൽക്കുന്ന പൂച്ചെടികൾക്കും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാതെ നല്ല ഒരു സൂപ്പർ വളമാണ്. അപ്പം ഇത് നമ്മൾ ആദ്യം പച്ചച്ചാണകം ഇട്ട് കൊടുത്തേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. നല്ലതായിട്ടൊന്ന് കലങ്ങി വരട്ടെ. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് വേണ്ടതേ, ഇത് നമ്മുടെ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയവേ. നിങ്ങൾ ഈ നാട്ടിൻപുറത്തൊക്കെ ഈ ഒരു സാധനം കിട്ടും. ഇതാണ് അതിൻ്റെ ഇല. വാടിപ്പോയി കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ ഇല. അപ്പം നിങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഇത് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേല കുറച്ച് ഇലയും കൂടി ഇടുവാണേ. ഇനി ഇത് നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയാണ്. നമുക്കിതും കുറച്ച് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്. ഒരു 2 പിടിയോളം വേപ്പിൻ പിണ്ണാക്കുണ്ട്. നമുക്കിതുകൂടി ഇതിലിട്ട് കൊടുക്കാവേ. പിന്നെ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ശർക്കരയാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് ഇത് തണലുള്ള സ്ഥലത്ത് നല്ലതായിട്ട് അടച്ച് വെക്കണേ. ഇതിൽ പുഴുവൊക്കെ വരും. അപ്പം നല്ലതായിട്ട് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് പുഴുവൊന്നും കയറത്തില്ല. പിന്നെ നമ്മൾ ഈ ശർക്കര ഇട്ടേക്കുന്നതുകൊണ്ടുണ്ടല്ലോ, ഇതിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഒരു 7 ദിവസമാണ് ഇത് പുളിപ്പിക്കാൻ നമ്മൾ വെക്കേണ്ടത്. 7 ദിവസം കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഈ 2 ഇലകളും വളരെ പെട്ടെന്ന് അഴുകി ചേരുന്ന ഇലകളാണ്. അപ്പം ഇത് അഴുകി ചേർന്ന് കഴിയുമ്പോൾ നല്ല സൂപ്പർ വളമാണ്. നിങ്ങളുടെ തക്കാളി, പച്ചമുളക്, ചീര, പഴുതന അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികൾക്കും ഒഴിക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പൂച്ചെടികൾക്കും നമുക്ക് ഒഴിക്കാവുന്നതാണ്. നല്ല സൂപ്പർ ഒരു വളമാണ്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.